ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ അലകൊലികളൊക്കെ കഴിഞ്ഞെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഒട്ടും കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ തുടക്കം കുറിക്കുന്നതേ ഉള്ളൂ. ഇന്ന് മോർണിംഗിൽ ഷാനവാസും അനീഷും അക്ബറും ഒക്കെ കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണയായിട്ടുള്ളൊരു ടോക്കിംഗ് ആയിരുന്നു. അതിനിടയ്ക്ക് അക്ബർ പറയുന്നുണ്ട്, നമ്മൾ വന്ന ദിവസം എന്ന് വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങുന്ന അന്നത്തെ സ്റ്റാർട്ടിങ് ആ ദിവസത്തിൽ അനീഷ് ഒരു കസേരയൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ എന്നെ കണ്ടിട്ട് മാത്രം ഇനിയും അകത്ത് കയറിയാൽ മതി എന്നുള്ളൊരു ഭാവത്തിലാണ് ഇരുന്നത്. അന്ന് അനീഷ് അങ്ങനെ പറയുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അനീഷ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അനീഷ് പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അപ്പം ആ സമയത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അക്ബർ പറയുന്നതിലും അനീഷ് പറയുന്നു എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഓർമ്മയില്ലാത്ത നാടോ ഒഴുപ്പം, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനീഷാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. അങ്ങനെ പ്രശ്നമായി. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആര്യനും അക്ബറും അഭിലാഷും എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഷാനവാസ് അതുവഴി പോയപ്പം ഇവർ ആ കാര്യം എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ്ക്ക അനീഷ് പറഞ്ഞത് കേട്ടില്ല, അനീഷ് എന്തോ ഓർമ്മയില്ലായിരുന്നു എന്ന് പറയുന്നു. ഈ സംഭവം നടന്ന സംഭവമാണ്, ഇക്കയ്ക്ക് ഓർമ്മയില്ലേ എന്ന് ആര്യം ചോദിക്കുന്നുണ്ട് എടുത്ത്. ഷാനവാസ് ഒന്നും മിണ്ടാതെ വേറെ എന്തോ ഡയലോഗ് അടിച്ചങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് പറയുന്നുണ്ട്, ഓ കൂട്ടുകാരനെ പറഞ്ഞത് പിടിച്ചു കാണത്തില്ല. എന്നിട്ട് ഇവരെല്ലാം കൂടെ സംസാരിക്കുന്നതാണ്, ഇനി ഈ ആഴ്ചയിൽ അനീഷ് പോകുമായിരിക്കുമോ എന്നുള്ള കാര്യം ഇവരിങ്ങനെ ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ നോമിനേഷനിൽ. എന്ന് വെച്ചാൽ ഇവർ എടുത്തു പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേന് അനീഷിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒറ്റയാനായിട്ട് കളിക്കുന്ന ആൾ അവിടെ അനീഷ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അനീഷ് പോകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒറ്റയാനും പോയി, എല്ലാം പോയി. അനീഷ് ഒരു ഗ്രൂപ്പിൽ പെട്ട്. ആദില, നൂറ, അനീഷ്, ഷാനവാസ് ഇവരൊക്കെയാണ് ഒരു ഗ്രൂപ്പ് എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. കൂടെ ബിന്നി ഇരിപ്പുണ്ട്. ബിന്നിയാണ് ഇത് എടുത്തിടുന്നത്. അപ്പോൾ ബിന്നിയുടെ മനസ്സിൽ കിടക്കുന്ന സംഭവമുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തേലെ ഷാനവാസും നിവിൻ തമ്മിലുള്ള പ്രശ്നം അത് ആദിലയാണ് ആദ്യമേ എടുത്തിട്ടത്. അത് ലിവിങ് റൂമിൽ വെച്ചുള്ള മീറ്റിങ്ങിൽ ബിന്നി അത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് പിന്നെ കൂടുതൽ ഇഷ്യൂ ആയത്. പക്ഷേ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പോഴത്തേന് എല്ലാവരും ഖേദം പ്രകടിപ്പിച്ച് ആ സംഭവം അവിടെ ഒഴിവാക്കി. ഇതിനെപ്പറ്റി സംസാരിക്കാൻ ലാലേട്ടനോ ബിഗ് ബോസ് ക്രൂസിനോ ആർക്കും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് ഇന്നലെ അതങ്ങ് സോൾവ് ആക്കി. അതിന് നല്ലൊരു വിഷമമുണ്ട് ബിന്നിക്ക്. കാരണമുണ്ട്, ഈ ഒരു കുത്തിത്തിരിപ്പ് അവിടെ നടന്നില്ല. അതാണ് പ്രശ്നം. അപ്പം പുള്ളിക്കാരി ഇത് അവിടെ നിന്ന് എല്ലാവരുടെയും സംസാരിക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം. ഇപ്പോൾ അവരെല്ലാം ഫ്രണ്ട്സാണ്. കുറ്റം ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പം ഒന്നിച്ചായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും ബിന്നിയും കൂടെ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായപ്പോഴത്തേനും ഷാനവാസ് ബിന്നിയുടെ ആ പാട്ട് പാടുന്നുണ്ട്. ബിന്നി ബിന്നി കുത്തിരിപ്പിൻ്റെ രാജകുമാരി അല്ലേ എന്നുള്ള പാട്ട് പാടുന്നുണ്ട്. ബിന്നി ഏതാണ്ട് തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ കിച്ചണിൽ വെച്ച് ബിന്നിയും ഷാനവാസും കൂടെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് ബിന്നിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ചുമ്മാ അല്ലേ ബിന്നി കുത്തിത്തിരിപ്പെന്ന് പറയുന്നത്, അവിടെ ഇവിടെയും പോയിരുന്നവരെന്നൊക്കെ പറയുന്ന എന്താണ്, ബിന്നി വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ? എന്ന് വെച്ചാൽ ആ സംഭവം സോൾവ് ആയല്ലോ. ബിന്നി വിചാരിച്ച എല്ലാവരും കുത്തിത്തിരിക്കാമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല എന്നാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബിന്നിയുമായിട്ട് കിടന്ന് ഭയങ്കര സംസാരമായിരുന്നു. ബിന്നിക്ക് ആകെ അങ്ങ് ദേഷ്യവും വരുന്നുണ്ട്. ബിന്നി നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നെവിനെ കുത്തി ഇളക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇന്നലെ സോൾവ് ചെയ്ത കാര്യമാണ്. എന്നിട്ട് വീണ്ടും ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞ് നിവിനെ അവിടെ നിന്ന് ഇളക്കുന്നുണ്ട്. അപ്പം നിവിൻ വീണ്ടും ട്രിഗറായി. റിവൻ പറയുന്നു, ഞാൻ അങ്ങനെയെല്ലാം മറക്കുന്നില്ല, ഷാനവാസ് അയാൾ ആരാണ്, ഞാനൊന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, ഇത് അങ്ങനെ നോക്കത്തില്ല എന്ന് വീണ്ടും സോൾവ് ചെയ്ത കാര്യം അവിടെ വീണ്ടും പ്രശ്നങ്ങളാകുന്നുണ്ട്. നിവിനോട് ബിന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യം ഷാനവാസിനെ കുറിച്ച്. ഷാനവാസിനെ കുറിച്ചുള്ള നിവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ഇന്നലെ കാഴ്ചപ്പാട് ഉള്ളിലുണ്ടെങ്കിലും ഇന്നലെ അത് സോൾവ് ചെയ്തായിരുന്നു രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ലാലേട്ടൻ നോമിനേറ്റ് സോൾവ് ചെയ്തായിരുന്നു. വീണ്ടും അത് നിവിൻ ദേഷ്യത്തോടെ ഒന്നുകൂടെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും ബിന്നി പോയിരുന്ന് ജിഷിനെ മാറ്റിയിരുത്തി സംസാരിക്കുന്നുണ്ട്. ജിഷിനടിക്കെ പറയുകയാണ് ഷാനവാസിൻ്റെ ഓരോ കാര്യം. എനിക്ക് പുള്ളിക്കാരനെക്കുറിച്ച് നേരത്തെ ഇങ്ങനെ അറിഞ്ഞത് പുറത്ത് ചിലർ നല്ലത് പറഞ്ഞ് ചിലർ പറഞ്ഞു അത്ര ഇത് പോരാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും എന്താണ് ഈ കാണിക്കുന്നത്, ആദിലയും നൂറയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പം അവർ ഭയങ്കര ഫ്രണ്ട്സ്. എന്നിട്ടിപ്പം ഞാൻ കുത്തിത്തിരിപ്പെന്ന് പറയുന്നു, അത് ശരിയല്ലല്ലോ. ഈ പറയുന്ന ഷാനവാസും ജിഷിനും ഒക്കെ കൂടെ നല്ല ഫ്രണ്ട്സാണ്, അത് പുറത്ത് വളരെ കാലമായിട്ടുള്ള ഫ്രണ്ട്സാണ്. എന്നിട്ടാണ് ജിഷിൻ്റെ അടുക്കൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ജിഷിനെ സപ്പോർട്ട് ഇപ്പം ബിന്നി പറയുന്നതിനൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്, പുള്ളിക്കാരൻ അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു സ്വഭാവമാണ്, അങ്ങ് പ്രത്യേകിച്ച് ആരുടെ ഒരു വാക്ക് കേൾക്കുന്ന ആളൊന്നുമല്ല എന്ന് ജിഷൻ പറയുന്നുണ്ട്. ഇതിപ്പം ആർക്കാണ് പ്രശ്നം, എനിക്കെന്താ ഇവരെ കുത്തിത്തിരിച്ചിട്ട് കാര്യം, എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, ഇത് ഇവരൊക്കെ ആയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്.
ഇത്രയും ക്യാമറകൾ കാണുന്നതല്ലേ, ഞാൻ ഒളിച്ചിരുന്നൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ, ഇത്രയും ക്യാമറകളും എല്ലാവരും ഉള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. ആദിലെ നൂറയൊക്കെ പറഞ്ഞു ഷാനവാസ് നിവിനോട് പ്രശ്നം ഉണ്ടാക്കി. അതിനിപ്പോൾ ഞാനിങ്ങനെ കുത്തിത്തിരിപ്പാവുന്നതും ഇപ്പം അവരെല്ലാം ചക്കരയും അടയും തേനും ഒക്കെ ആയി, നമ്മൾ മാത്രം ഇപ്പം പ്രശ്നക്കാരുമായി എന്ന രീതിയിൽ ബിന്നി സംസാരിക്കുന്നുണ്ട്. ബിന്നിക്ക് രാവിലെ ഷാനവാസോട്ടുള്ള സംസാരത്തിൻ്റെ പുറത്ത് ആകെപ്പാട് ദേഷ്യമായിട്ടാണ് പുള്ളിക്കാരി ഓരോ ഗ്രൂപ്പിലും ചെന്നിരുന്നത് പറയുന്നത്. മാറിയിരുന്ന് പറയുന്നുണ്ട്. ആദ്യമേ അക്ബർ, ആര്യൻ, അഭിലാഷ്, ഒനിൽ ഈ ഗ്രൂപ്പിനിടയ്ക്കിലാണ് നിന്ന് സംസാരിച്ചത്. പിന്നാണ് ജിഷിനെ മാറ്റിയിരുത്തി പറയുന്നത്. അപ്പോൾ ഒട്ടും അങ്ങോട്ട് രസിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ കുത്തിത്തിരിപ്പ് തന്നെയാണ്. പിന്നെ നിവിനും ബിന്നിയും കൂടെ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം എന്ന് വെച്ചാൽ ബിന്നി നിവിനെ ചെന്ന് കുത്തിത്തിരിക്കുക പോയി, പക്ഷേ അത് ബിഗ് ബോസ് അധികം നമ്മളെ കേൾപ്പിക്കുന്നില്ല. കാരണം അവർക്ക് ഈ ഒരു കണ്ടൻറ്റ് വീണ്ടും എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. പിന്നെ അവർ തന്നെ സോൾവ് ആക്കിയ സംഭവമാണ്. അതുകൊണ്ട് അത് വീണ്ടും എടുത്തിട്ട് അതിൻ്റെ ഒരു ക്ലിപ്സ് കാണിക്കാനും അവരുടെ സംഭാഷണ രീതിയിൽ എണ്ണ വയ്ക്കാനൊന്നും ബിഗ് ബോസിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരത് നല്ലതായിട്ട് കേൾപ്പിക്കുന്നില്ല. കുറച്ചൊരു ഭാഗം മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്ന് നോമിനേഷനുണ്ട്. നോമിനേഷനിൽ കുറച്ച് പേര് ബിന്നിയൊക്കെയാണെന്ന് തോന്നുന്നു നോമിനേറ്റ് ചെയ്യുന്നത്. കുറച്ച് നോമിനേഷൻ നടക്കും. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.